السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما توفيقي إلا بالله. وقال الله تعالى: إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. സ്നേഹാദരങ്ങൾ നിറഞ്ഞ ശ്രോതാക്കളെ, വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് ആഗതമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനെ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ റമളാനിൽ നാം നോമ്പനുഷ്ഠിക്കുന്നത് തഖ്വയെയും ഭയഭക്തിയെയും അല്ലാഹുവിലേക്ക് ലയിക്കാൻ വേണ്ടിയാണ്. റജബ് കടന്നു വന്നപ്പോഴും ശഅബാൻ കടന്നു വന്നപ്പോഴും പൂർവികരായ പണ്ഡിതന്മാർ പാടുന്നത് നമുക്ക് കാണാം. ശഹ്റസ്സിയാമി ലഖൻ അലൗത മുകറമാ വഗദൗത മിൻ ബൈനി ശുഹൂരി മുഅല്ലമാ യാ സായിമി റമളാന ഹാദാ ശഹ്റുകും ഫീഹി അബാഹകുമുൽ മുഹൈമിനു മഗ്നമാ يا فوز من أطاع فيه لاحه متقربا متجنبا ما حرما فالويل كل الويل للعاصي الذي في شهره أكل الحرام وأجرما. വിശുദ്ധ റജബ് വന്നപ്പോഴും ശഅബാൻ വന്നപ്പോഴും പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതാണ്: ശഹ്റസ്സിയാമി ലഖദ് അലൗത മുകറമാ. അല്ലയോ റമളാനെ, നീ എത്ര ഉത്കൃഷ്ടനാണ്. ഈ പരിശുദ്ധമായ റമളാന് നിന്നെ ഉപയോഗപ്പെടുത്തിയവൻ ഭാഗ്യവാൻ, നിന്നെ ദുരുപയോഗം ചെയ്തവൻ അധഭാഗ്യവാൻ. നിന്നൊരു ധാരാളം സുവർണവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് ആഗതമായി ഇന്ന് നാം നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് ആഗതമാകുമ്പോൾ 2-3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ആത്മീയം എന്ന പ്രോഗ്രാമിൽ തുടങ്ങിയ ഈ പരിപാടി അല്ലാഹു ഒരുപാട് വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും പഠിക്കാനുണ്ട്. ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് ആദ്യമായി നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കലാണ്. ഹൃദയത്തെ നാം സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാലിലെ 2-ാം അധ്യായം പറഞ്ഞു തരുന്നത് കാണാം: ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഹൃദയത്തെ ശുദ്ധീകരിച്ചവരാരാണെന്നറിയോ? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹനെ ഓർമ്മപ്പെടുത്തിയാൽ, അല്ലാഹന്റെ പേരങ്ങ് പറയുമ്പോൾ അവരുടെ ഖൽബിന് വളരെയധികം പ്രകാശമാണ്. അവർ പേടിച്ചു പോവുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, വിശുദ്ധ ഖുർആൻ അവർ പാരായണം ചെയ്യുമ്പോൾ സാദതുഹും ഈമാനാ, അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഈ അധ്യായത്തിൽ പറയാതെ പറയുന്ന ഒരു ആശയമുണ്ട്. സമയം ധാരാളം എടുത്ത് ഇൽമിന്റെ മജ്ലിസായിരിക്കട്ടെ, വിശുദ്ധ ഖുർആനിന്റെ വേദിയാകട്ടെ, ഇൽമുൽ മജ്ലിസാവട്ടെ, ധാരാളം സമയം സ്പെൻഡിങ് ആക്കേണ്ടതുണ്ട്. അഥവാ ഒരുപാട് സമയം നാം ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കേണ്ടതുണ്ട്.
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആത്മീയ മജ്ലിസ് നമുക്ക് കാരണമാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, ധാരാളം അവിടെ നിന്നും വിവരിക്കുന്നുണ്ട്. അതിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഖൽബിൽ ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങളുണ്ട്. അങ്ങനെ അവൻ ഇൽമിൻ്റെ മജ്ലിസിലേക്ക് പോയിരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് അവിടെ പറയുന്ന ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് അവൻ ആ ഇൽമിൻ്റെ മജ്ലിസിൽ ശ്രവണശേഷി കൊണ്ട് അവൻ കേട്ടപ്പോൾ അവൻക്ക് ഒന്ന് തോന്നുകയാണ്, അവൻക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, അവൻ്റെ ജീവിതം ഒന്ന് മാറ്റിയെടുക്കണമെന്ന് അവൻ തോന്നുകയും അള്ളാഹുവിലേക്ക് അവൻ ലയിച്ചു ചേരുകയും ചെയ്താൽ അവൻ ചെയ്ത തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി തിരിച്ചു പോരുന്ന സമയത്ത് അവൻ ഉമ്മ പെറ്റ കുട്ടിയെ പോലെയാകുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. അഥവാ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇൽമിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമായ മജ്ലിസാണ്. ആ മജ്ലിസുകളിൽ നിങ്ങൾ ആ മജ്ലിസുകൾ പറയുന്നത് നിങ്ങൾ ശ്രവണശേഷിയോടുകൂടെ കേട്ടുകൊണ്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഈ പരിശുദ്ധമായ റമളാനു ശരീഫിന് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർന്ന് എപ്പിസോഡുകളിലായി അവതരിപ്പിക്കും. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.